ഹലോ കൂട്ടുകാരൻ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പിയാപ്പിളക്കോര കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിലേക്ക് വേണ്ട അരപ്പിന് തേങ്ങ, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് ഇഞ്ചി, ചെറിയ ഉള്ളി വേണ്ട. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ തക്കാളി, പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത് ഒഴിച്ച് നമുക്ക് മീൻ കറി കലക്കി വെക്കാം. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കറി നന്നായി കലക്കി വെച്ചിട്ടുണ്ട്. കൈ കൊണ്ട് നല്ലോണം തക്കാളിയും പച്ചമുളകൊന്ന് ഉടച്ച് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തിളക്കട്ടെ. അപ്പം മീൻ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരപ്പ് തയ്യാറായി നല്ല തിളച്ച് കഴിഞ്ഞിട്ട് മീനിടാൻ പറ്റുള്ളൂ. മറ്റേതല്ലെങ്കിൽ പിയാപ്പിളക്കോര പൊടിഞ്ഞു പോകും. അപ്പം നന്നായിട്ട് അരപ്പ് തിളക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ പാത്രത്തിൽ മുളകും മഞ്ഞൾപ്പൊടിയും കാണിച്ചൊരു കൈ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്കറിയാമല്ലോ എത്ര മീനുണ്ടെന്ന്, അതനുസരിച്ചിട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കാം കേട്ടോ. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മീൻ ഇട്ട് കൊടുക്കാം. കഴുകി വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ തിളച്ച് അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മീൻ വേകട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ കുറച്ച് കരിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ മീൻ കറി തയ്യാറ്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ മീൻ കറി തയ്യാറായി കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവരും കറി വെച്ച് നോക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.